ഇതൊക്കെ കുറേ കമ്പാരിസണൊക്കെ വരും. പക്ഷേ അഷ്കറിനായിട്ടുള്ള സ്റ്റൈലുണ്ട്, പുള്ളിയായിട്ട് ഉള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഒരു തനിത്വമുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും പടം റിലീസാകുമ്പോൾ. ആൻഡ് ഹി വിൽ റോക്ക് ഇൻ ഹിസ് ഓൺ സ്റ്റൈൽ, ഇൻ ഹിസ് ഓൺ വേ. ആരും അതിൻ്റെ ഇതിൽ വരില്ല, കമ്പാരിസണിൽ വരില്ല. പ്ലാൻ ചെയ്തു വന്നതല്ല ഞാൻ. എനിക്കെൻ്റെ പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു, ഒരു സിനിമ ഞാൻ ചെയ്തു തരാം, നിനക്ക് എന്തോ അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു. അദ്ദേഹമാണ് എനിക്കൊരു ഓഫർ തന്നത്. ആ ഓഫർ തന്നതിൽ ഞാൻ ബാബു സാർ എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ ബാബു സാറിൻ്റെ കുറേ വർഷം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൗരിനന്ദയൊക്കെ ഞങ്ങളൊരു ഫാമിലിയാണ്. കാരണം ഞാൻ എൻ്റെ ചേട്ടനോ അച്ഛനോ എൻ്റെ എല്ലാം ആണ്. കാരണം ഞാൻ ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയത്, ഞാൻ ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഒരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ പറഞ്ഞ്, പക്ഷേ മോനെ അതെന്താണ്, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കും, ഒരു പണി ചെയ്താലോ, നല്ല പ്രൊഡ്യൂസറാണോ, എന്താ സെറ്റപ്പ്, നമുക്ക് നിന്റെ അങ്ങ് നായകനാക്കിയോന്ന് ചോദിച്ചു. അപ്പോഴെൻ്റെ കിളിയൊക്കെ പോയി. നായകനാക്കി ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മൾ ഇത്ര സ്വപ്നം കണ്ട. കാരണം കോട്ടയം കുഞ്ഞച്ചൻ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് രഹസ്യമായിട്ട് കണ്ടു പോയതിൻ്റെ അടിയും വഴക്കും ഒക്കെ എനിക്ക് പറയാം. അന്ന് എനിക്കറിയത്തില്ലല്ലോ ഇദ്ദേഹം, അന്ന് ആ ഒരു സമയത്ത് കെ സുരേഷ് ബാബു സാറാണോ അങ്ങനെ അറിയാതൊരു പക്വതയില്ലായിരുന്ന സമയത്ത് പോയി അടിമേടിച്ചാണ്. ആ ഒരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു. അതുപോലെ ഉപ്പുകണ്ട പ്രദേശത്ത്, കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വലിയ ഹീറോ ആയ ബാബു ആന്റണി സാറുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് റിയാസ് ഖാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, റിയാസ് ഖാൻ ജലോത്സവത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു അടിച്ച് കയറി വാടാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊന്നും പറഞ്ഞില്ല, നുണ പറയല്ലോ കേട്ടോ. ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ പറഞ്ഞു, റിയാസ് ഖാൻ ഞാൻ നിങ്ങളുടെ ഭയങ്കര ആരാധന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റേ ബാലേട്ട അങ്ങനെ. അപ്പോൾ ഇവരെ ഇത്ര സീനിയർ ആൾക്കാരുടെ കൂടെ അവരെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ എ കെ സന്തോഷ് സാറിനെ പോലെ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ നായിക ഹന്ന റജി കോശി, കൂമലിനൊക്കെ അടിച്ചു പൊളിച്ച് വലിയ നായിക. പിന്നെ അതുപോലെ പപ്പൻ എന്നല്ല, പപ്പനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ പ്രായമുണ്ടെന്ന് പറയരുത്. കാരണം പപ്പൻ അവർ 4 മക്കളാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഇവരെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയുക, രതീഷേട്ടൻ്റെ കൂടെ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, വേനൽമഴ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ രതീഷേട്ടൻ വേനൽമഴ, അപ്പം രതീഷേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് സീരിയലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കും. ഞങ്ങൾ ഒരു വർഷം ഞാൻ രതീഷേട്ടൻ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ വന്ന് നിൽക്കും. രതീഷേട്ടൻ വന്ന് നിൽക്കും, എടാ നീ ഉറങ്ങണം, എഴുന്നേറ്റ് ഉറക്കം കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാരണം ഇവരൊക്കെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയാണ്. കാരണം ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ. പിന്നെ ഇതെല്ലാം ഒത്തു വന്നത് നമ്മുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ നാളെ പടം റിലീസാണ്, അതിൻ്റെ ഒരു നല്ല ടെൻഷനിലാണ്. അല്ല, ഒരുപാടല്ലല്ലോ, 2 പടമാണല്ലോ ഒരുമിച്ച് കിട്ടിയ. IPS കൂടെ വരുന്നുണ്ട് മോനെ. ഒരുപാടല്ല, 3 പടം ഞാൻ ചെയ്തു കഴിഞ്ഞു KV അബ്ദുൽ നാസർ സാറിൻ്റെ ബെൻസി പ്രൊഡക്ഷനിൽ. ആ 2 പടത്തിൽ റിയാസിക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത പടം വരുന്നുണ്ട്, ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ്. പിന്നെ ബാബു ആന്റണി സാർ, അദ്ദേഹത്തിനോട് എനിക്ക് ഇതിൽ കോമ്പിനേഷൻ ഞാൻ പറയുന്നില്ല, രഹസ്യം പറയുന്നില്ല, അതൊന്നും നമുക്ക് വലിയ റിവ്യൂ. ഇനി അടുത്ത IPS KV അബ്ദുൽ നാസർ സാർ ചെയ്യുന്നു, സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അത് ഒരു സംഭവമാണ്, ഞങ്ങളൊന്നും വിടുന്നില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ്. ആരും അങ്ങോട്ട് ഇപ്പം നായകനെന്നോ വില്ലെന്നോ ഈ പടത്തിലില്ല. എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ഞാൻ നായകനെന്നൊന്നുമില്ല ഈ പടത്തിൽ, ഇതെല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് AK സന്തോഷ് സാറാണ്. ഇത് ചെയ്തത്. പിന്നെ രവിചന്ദ്രൻ സാറ് ക്യാമറ മാൻ, അത് വേറെ ലെവലിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ജോൺ കുട്ടി എഡിറ്റർ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹത്തെ, വലിയ എഡിറ്റർ, ആർട്ട്. അതുപോലെ ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ടൊരു വലിയ പടമാണ്. കാരണം 100 ഡേയ്സോളം ഞങ്ങൾ ഷൂട്ടിങ് പോയി. കാരണം ഇപ്പം 4 വർഷത്തോളം ഞങ്ങൾ ഈ ഫിലിമിൻ്റെ പുറകെ തന്നെയായിരുന്നു. DNA എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുറകെയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും ഞാൻ സംസാരിക്കുമ്പോഴും AK സന്തോഷ് സാറ് പറയുമ്പോഴും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് പറയും, ഇങ്ങനെ ചെയ്യാം എന്ന് പറയും. റായലക്ഷ്മി ഈ പടത്തിൽ വന്നപ്പോഴും ഞാൻ സാറ് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു, സാറേ നമ്മൾ റായലക്ഷ്മി, സാറ് പറയുമ്പോൾ ഓരോ ക്യാരക്ടർ, അത് എല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ നാളെ DNA റിലീസാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങളെപ്പോഴും പുതുമുഖമെന്ന് പറയില്ല, എന്നെപ്പോഴും ഞാനൊരു പുതുമുഖമാണെന്ന് പറയാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. ഞാൻ ഹന്നയുടെയിലാണ് കൊടുക്കട്ടെ.
സാറിന് വേറൊരു ഭാഗ്യം എനിക്ക് കേട്ടിട്ടുണ്ട്. മമ്മൂക്ക എൻ്റെ പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ സക്രിയ അദ്ദേഹം എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അത് അച്ചു അഭിനയിച്ചു. അപ്പോൾ അച്ചു അസ്കർ സൗദാൻ അവർ 4 പേരും അഭിനയിച്ചു. വേറൊരു ഭാഗ്യം എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. നസീർ സാർ അഭിനയിച്ചു, ഷാനവാസ് അഭിനയിച്ചു, ഷാനവാസിൻ്റെ മകനും എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതൊരു വലിയ ഭാഗ്യമല്ലേ.